നേരത്തെ ഇച്ചിരി പുകഴ്ത്തി പറഞ്ഞ നമ്മുടെ ഡോക്ടർ ജോസഫ് സാറിൻ്റെ പ്രസംഗമൊക്കെ കേട്ട് ഞാനൊന്ന് മയങ്ങി വരികയായിരുന്നു. അപ്പോൾ അവരുടെ ഡാൻസ് കണ്ട് ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയും ഒരേ സമയം ഞാൻ ദുഃഖിക്കുകയും ചെയ്തു. കാരണം ഞാൻ ഇതുവരെയും എൻ്റെ മക്കളുടെ ഒരു പരിപാടികൾ കാണാനും ഞാൻ ഒരു സ്ഥലത്തും പോയിട്ടില്ല. ഇപ്പം ഈ വിദ്യാഭ്യാസം നമ്മളൊരു ഈ സ്കൂളിനെന്നല്ല ഏതൊരു സ്കൂളിനും നിങ്ങൾക്ക് നൽകാൻ കഴിയാവുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഭാഷയും, രണ്ട് സംസ്കാരവും. ഈ പാഠപുസ്തകത്തിൽ എഴുതി വെച്ചേക്കുന്നതൊക്കെ കാണാതെ പഠിച്ച് മാർക്ക് മേടിച്ച് ക്ലാസ്സിൽ ഫസ്റ്റായ സിസ്റ്റത്തോടൊന്നും എനിക്ക് തീരെ യോജിപ്പില്ല. ദയവ് ചെയ്ത് അധ്യാപകരും രക്ഷകർത്താക്കളും ഒക്കെ എന്നോട് ക്ഷമിക്കണം. Good evening to one and all present here. Respected Managing Director, Dr. Joseph D. Fernandez, Chief Guest, Mr. Agil Mara, Reverend Father Solo Koshiraju, Mrs. Smita Rajan, Esteemed Secretary of Valivula Group of Institutions, Sign Artist, Mr. Rojan Thomas, Mr. Sajlal, Ward Member of East Kalada Gram Panchayat, Mr. Shivakumar, Vice President of St. Joseph Homes, Principal K. George, Principal of St. Teresa's TTI Kumlam, our beloved Principal Mrs. Sumi G. Unni, Vice Principal Mrs. Shrija Ma'am, dear teachers, non-teaching staffs, parents and fellow students. All excited, joyful, ready for a long evening. Welcome all of you. Respected Chief Guest, Mr. Akhil Marar, our parent and cine artist Mr. Rajan Thomas, our ward member Sajilal, Father Solo Koshi, our TTC administrator Srimati Smita Rajan, our general manager of all our institutions, all other dignitaries, ഏറെ പ്രിയപ്പെട്ട സ്കൂളിൻ്റെ ഫൗണ്ടറും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ജോസഫ് ഡി ഫെർണാണ്ടസ്. സാധാരണ വിദേശത്തൊക്കെ പോയിട്ട് ആൾക്കാർ പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് കുറേ വസ്തുവൊക്കെ മേടിച്ച് റബ്ബറും വെട്ടി ചില്ലറ കാശുമൊക്കെ ഉണ്ടാക്കി ജീവിക്കുകയാണ് പൊതുവെ പതിവ് നമ്മൾ കണ്ടിട്ടുള്ള. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ചിന്തിച്ച് ഭാവിക്ക് വേണ്ടിയിട്ട്, വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട്, നാടിന് വേണ്ടിയിട്ട് തൻ്റെ ബിസിനസ് കാഴ്ചപ്പാടുകൾ മാറ്റിവെച്ചുകൊണ്ട് അത് വിദ്യാഭ്യാസത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ച അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിൽ എനിക്കൊപ്പം പങ്കെടുക്കുന്ന സ്കൂളിൻ്റെ പ്രധാനപ്പെട്ട അധികൃതരെ ഞാൻ ഓരോരുത്തരെയും പേര് വായിച്ചാൽ നീണ്ടുപോയി ആരെങ്കിലും വിട്ടുപോകും. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ റോജൻ തോമസ്, അദ്ദേഹം ഒരു സുഹൃത്ത് എന്ന നിലയിൽ ഉപരി എന്നെ സംബന്ധിച്ച് ഒരു ജ്യേഷ്ഠ സഹോദരൻ കൂടിയാണ്. 2010 ഞാൻ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാത്രകളിൽ ഒരു തിരക്കഥയൊക്കെ എഴുതി പലരെയും വായിച്ച് കേൾപ്പിക്കാൻ വേണ്ടി നടന്ന സമയത്ത് പലരും പരിഹസിക്കുകയും പുച്ഛിക്കുകയും ഒക്കെ ചെയ്തിരുന്നൊരു സമയത്ത്, അല്ലെങ്കിൽ പഴയൊരു ശ്രീനിവാസൻ്റെ സിനിമയിലെ പോലെ തിരക്കഥ വേണോ തിരക്കഥ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മളെ കളിയാക്കിക്കൊണ്ടിരുന്നൊരു സമയത്ത് അന്ന് വോഡാഫോൺ കോമഡി സ്റ്റാർസിൽ ശ്രദ്ധിക്കപ്പെട്ടു നിന്ന ഒരു ചലച്ചിത്ര ഷോയിലെ താരം അന്ന് നമ്മുടെ കഥ കേൾക്കുകയും ഞങ്ങൾ അന്ന് മുതൽ തുടങ്ങിയൊരു സൗഹൃദമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ സിനിമയിൽ അദ്ദേഹത്തിന് നല്ലൊരു വേഷവും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന പ്രിയപ്പെട്ട റോജനാണ് സ്കൂളിലേക്ക് വരാൻ വേണ്ടിയിട്ട് എന്നെ ക്ഷണിച്ചത്. അപ്പോൾ റോജേട്ടൻ വിളിച്ചതുകൊണ്ട് തന്നെ ഒഴിവാക്കാൻ പറ്റില്ല. പൊതുവേ ഞാൻ സ്കൂളുകളിലെ പരിപാടികൾ അധികം പോകാറില്ലായിരുന്നു. കാര്യം മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ നമ്മുടെ നേരത്തെ ഇച്ചിരി പുകഴ്ത്തി പറഞ്ഞ
നമ്മുടെ ഡോക്ടർ ജോസഫ് സാറിൻ്റെ പ്രസംഗമൊക്കെ കേട്ട് ഞാനൊന്ന് മയങ്ങി വരികയായിരുന്നു. അപ്പോൾ ആ മയക്കത്തിൽ നിന്ന് എന്നെ പെട്ടെന്ന് ഉണർത്തിയ ഒരു മികച്ച കുട്ടികളുടെ ഡാൻസ് ഞാൻ പിന്നെ കണ്ടു. എൻ്റെ മക്കളും മൂത്താൾക്ക് 9 വയസ്സ്, ഇളയാൾക്ക് 7 വയസ്സ്. അപ്പോൾ ഇളയാൾ പ്രാർത്ഥനയുടെ ഒക്കെ മുഖഷേപ്പുള്ള കുറേ കൊച്ചുകുട്ടികൾ, കുറേ മാലാഖമാർ എന്നൊക്കെ പറയാം. അപ്പോൾ അവരുടെ ഡാൻസ് കണ്ട് ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയും ഒരേ സമയം ഞാൻ ദുഃഖിക്കുകയും ചെയ്തു. കാരണം ഞാൻ ഇതുവരെയും എൻ്റെ മക്കളുടെ ഒരു പരിപാടികൾ കാണാനും ഞാൻ ഒരു സ്ഥലത്തും പോയിട്ടില്ല. ഇപ്പോൾ റീസെൻ്റായിട്ട് ഫ്ലാറ്റിൽ അസോസിയേഷൻ്റെ ന്യൂ ഇയർ ആഘോഷത്തിനും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വിളിച്ചപ്പോഴും എനിക്ക് പൊതുവെ ഇങ്ങനെ ആൾക്കൂട്ടത്തിൽ പോയി ഇങ്ങനെ ഇരിക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കുറേ കാലങ്ങളായിട്ട് തുടങ്ങിയതാണ്. എവിടെ കൊണ്ടോ സമൂഹത്തിൽ കുറേ ഞാൻ ഒറ്റപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒറ്റപ്പെടൽ ആസ്വദിക്കാൻ തുടങ്ങിയതുകൊണ്ടാകാം, അല്ലെങ്കിൽ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസിൽ 100 ദിവസം മൊബൈൽ ഫോണും ഒന്നുമില്ലാതെ നിന്നപ്പോഴത്തേക്കും ആരുമില്ലെങ്കിലും വെറുതെ കുറേ സമയം ഇരുന്ന് ചിലവഴിക്കാനൊക്കെ ശീലിച്ചത് കൊണ്ടും ആവാം. ഇപ്പോൾ ഇങ്ങനെ ഒരുപാട് സമയം ഒരിടത്ത് പോയിട്ട് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. പിന്നെ മക്കളെ ഞാൻ ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്നത് കൊണ്ട് ആ സ്കൂളിൽ പോയി വെറുതെ ഇരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നതുകൊണ്ടായിരുന്നു അവിടുത്തെ ആനുവൽ ഡേക്ക് വിളിച്ചപ്പോഴൊന്നും ഞാൻ സത്യത്തിൽ പോകാതിരുന്നത്. പക്ഷേ അത് കണ്ടപ്പം ഒരേ സമയം സന്തോഷവും, മറ്റേത് അവരുടെ അച്ഛൻ എന്ന നിലയിൽ അവരുടെ പ്രകടനം ഞാൻ ഇരുന്ന് കണ്ടില്ലല്ലോ എന്നൊരു വിഷമവും എനിക്ക് തോന്നിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വരുന്നത്. ഇനി ഈ ഒരു ചടങ്ങിലേക്ക് എന്നെ ക്ഷണിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ വിദ്യാഭ്യാസം ഈ സ്കൂളിനെന്നല്ല ഏതൊരു സ്കൂളിനും നിങ്ങൾക്ക് നൽകാൻ കഴിയുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 2 കാര്യങ്ങളാണ്. ഒന്ന് ഭാഷയും, 2 സംസ്കാരവും. ഞാൻ പഠിച്ചത് സാധാ മലയാളം മീഡിയം സ്കൂളിലാണ്. അതുകൊണ്ട് അത്ര മനോഹരമായിട്ട് ഇംഗ്ലീഷൊന്നും സംസാരിക്കാൻ ഞാൻ ഇപ്പോഴും പ്രാപ്തനല്ല. അത്യാവശ്യം പുറത്തൊക്കെ രാജ്യത്തൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനപ്പുറത്തേക്ക്. പക്ഷേ നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം, ഇതുപോലുള്ള സ്കൂളുകളിൽ നിന്ന് നിങ്ങൾക്കിന്ന് ഈ രാജ്യത്തിൻ്റെ, ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും നിങ്ങൾ മിടുക്കരാണെങ്കിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നിങ്ങളുടെ ലാംഗ്വേജാണ്. അത് സമ്മാനിക്കാൻ നിങ്ങളുടെ സ്കൂളിന് കഴിഞ്ഞു. 2 സംസ്കാരമാണ്. അല്ലാതെ ഈ പാഠപുസ്തകത്തിൽ എഴുതി വെച്ചേക്കുന്നതൊക്കെ കാണാതെ പഠിച്ച് മാർക്ക് മേടിച്ച് ക്ലാസ്സിൽ ഫസ്റ്റായ സിസ്റ്റത്തോടൊന്നും എനിക്ക് തീരെ യോജിപ്പില്ല. ദയവേത് അധ്യാപകരും രക്ഷകർത്താക്കളും ഒക്കെ എന്നോട് ക്ഷമിക്കണം. ഞാനിത് പറയുന്നത് പഠിക്കാത്ത ഒരു പയ്യനായതുകൊണ്ടല്ല, സ്കൂളിൽ ഫസ്റ്റ് റാങ്കിൽ പാസ്സായ ഒരു പയ്യനായതുകൊണ്ടാണ് ഈ പറയുന്നത്. SLCക്ക് എൻ്റെ സ്കൂളിലെ ടോപ്പറായി തന്നെയാണ് ഞാൻ പാസ്സായത്. പക്ഷേ വിദ്യാഭ്യാസം എന്നത് സാവിദ്യ യവമുക്ത എന്നാണ്. എഡ്യൂക്കേഷൻ, എഡ്യൂസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് ഡെറിവ് ചെയ്തു എന്ന് പറയുന്നു. ടു ഡ്രാ ഔട്ട് എന്നാണ് എഡ്യൂസിൻ്റെ അർത്ഥം. To take a moment to express our deepest gratitude to some very special individuals who have made a lasting impact on our school community. We honor their selflessness, dedication and love. It's an honor to welcome a very special individual to the stage, a person who has been an integral part of our school community. And as an artist, he has memorized audiences with his captivity performance. As a parent, he has been a pillar of support of our school, and as a well-wisher, he has always been there to encourage and motivate us. We are honored to have him with us tonight. It's a privilege to recognize its contributions and express gratitude for his unwavering support. Now I request all the dignitaries to present a memento to the exceptional individual. Please join us in warmly welcoming Mr. Roger Thomas, a renowned sign artist, mimicry artist, to the stage. സമ്മതപത്രം നൽകുന്ന ചടങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 വർഷത്തെ ഭവനത്തിന്റെ പ്രഖ്യാപനവും സമ്മതപത്രവും നൽകുന്നതിന് വലിയവിള ഫൗണ്ടേഷൻ
ചെയർമാനും മാനേജിംഗ് ട്രസ്റ്റിയുമായ ഡോക്ടർ ജോസഫ് സാറിനെയും ഇന്നത്തെ വിശിഷ്ട അതിഥി ശ്രീ അഖിൽ മാര, ട്രസ്റ്റ് സെക്രട്ടറി ശ്രീമതി സ്മിത രാജൻ, മറ്റ് വിശിഷ്ട വ്യക്തികളെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. 2020 അശനർക്കായി തുടങ്ങിയ ഈ ഭവനം കിഴക്കേക്കല്ലട, പേരയം പഞ്ചായത്തുകളിൽ ഉൾപ്പെടെ നിർധനരായ കുടുംബങ്ങൾക്കാണ് നൽകുന്നത്. 2025 കിഴക്കേക്കല്ലട ഗ്രാമപഞ്ചായത്തിലാണ് ഭവന പദ്ധതിയുടെ ഗുണഭോക്താവിനെ തെരഞ്ഞെടുക്കുന്നത്. വലിയവിള ഫൗണ്ടേഷന് ലഭിച്ച 32 അപേക്ഷകളിൽ കൃത്യമായി പരിശോധന നടത്തുകയും പല പ്രാവശ്യം വീടുകൾ സന്ദർശിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട കൊല്ലം ജില്ലയിൽ കിഴക്കേക്കല്ലട വില്ലേജിൽ താഴം വാർഡിൽ രാജീവ് നിവാസിൽ ശ്രീ രമേശ് ആർ, ശ്രീമതി ആര്യ എസ് ദമ്പതികളെ വലിയവിള ഫൗണ്ടേഷന്റെ 9ാമത്തെ സമ്മതപത്രം സ്വീകരിക്കുവാൻ ക്ഷണിക്കുന്നു. എല്ലാ വർഷവും നടക്കുന്നത് പോലെ ഈ വർഷവും സെന്റ് ജോസഫ് സ്കൂളുകളുടെ ഫൗണ്ടേഴ്സ് ഡേയും ജോസഫ് സാറിന്റെ ജന്മദിനവുമായ 2025 ജൂലൈ മാസം 15-ാം തീയതി താക്കോൽ ദാന കർമ്മം നിർവഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിന് എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു.